ചിലപ്പോൾ ചവിട്ട് കിട്ടും. നീ പോയിട്ട് വാ, നീ പോയി നോക്കിയിട്ട് വാ. सरपास भाई हमने भी काम किया सरपास. ये सरपास का रास्ता है. हम केरला से हो. ये वाला अच्छा क्या है ये बहुत अच्छा है. चांदी का है. ഹായ്, ഗ്രഹണിലെ രണ്ടാമത്തെ ദിവസമാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് ഞങ്ങൾ കസോളിൽ നിന്നൊരു ജീപ്പൊക്കെ പിടിച്ച് ഗ്രഹണിൽ വന്നേക്കാണ് കേട്ടോ. ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട് അവിടുന്ന്. അപ്പോൾ അവിടെ വന്നു. ഇന്നലെ വൈകുന്നേരം കുറച്ച് നേരം ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു. ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെ തുടങ്ങിയ മഴ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. 2 മണി അല്ലെങ്കിൽ 3 മണി ആവാറായിട്ടുണ്ടാവും. ഭയങ്കര സ്ലോ ആയിട്ടുള്ളൊരു ലൈഫ്. രാവിലെ തൊട്ട് മഴ, നല്ല തണുപ്പ്. ഇങ്ങനെ വെറുതെ എന്താ പറയുക, ആ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഉച്ചയായപ്പോൾ ചോറും ദാലൊക്കെ കൊണ്ട് തന്നു. അപ്പോൾ നല്ല ചൂട് ചോറും ദാലൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഭയങ്കര സമാധാനമാണ്. കുറേ പക്ഷികളുടെ കരച്ചിലും പിന്നെ അവിടുന്ന് ഒരു ചെറിയ സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ ഒച്ചയും കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ചെറിയ ചെറിയ പ്രാണികൾ, പക്ഷികൾ, ചെറിയ ചെറിയ ഇഴജന്തുക്കൾ, ഇങ്ങനെയൊക്കെ നമുക്കിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. ആൾക്കാരൊന്നും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്നു. കുറച്ച് സ്ത്രീകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പാത്രം കഴുകാനും ഇങ്ങനെ വിറക് പറക്കാനും ഒക്കെ ആയിട്ട് നടക്കുന്നു. അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഒരു ശരിക്കും സ്ലോ ലൈഫാണ്. എൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ശരത്ത് അവിടെ കിടന്ന് ഉറങ്ങാം കേട്ടോ. രാവിലത്തെ മഴയില ശരിക്കും അങ്ങനെ നമുക്ക് മടി പിടിച്ച് പോകുന്നൊരു മൂഡാണ്. ഇങ്ങനെ നല്ല തണുപ്പ് പുതപ്പൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉറങ്ങാൻ തോന്നും. അപ്പോൾ അതിൻ്റെ അവിടെ കിടന്ന് ഉറങ്ങാം. ഞാൻ പതുക്കെ വെയിൽ കണ്ടപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഈ ഭാഗമൊക്കെ ഒന്ന് കറങ്ങി നടക്കാമെന്ന്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് അവനെ പോയി വിളിക്കാം. എന്നിട്ട് പതുക്കെ മുകളിലേക്കോ താഴത്തേക്കോ എങ്ങടാന്ന് വെച്ചാൽ ഇറങ്ങി കുറച്ചും കൂടെ കാഴ്ചകൾ കാണാം, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിനൊക്കെ കൂടുതൽ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. ദൂരെ മലകളിലൊക്കെ കൂടുതലും മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ടോ. നമ്മൾ ഇന്നലെ കാണാത്ത ഭാഗത്തൊക്കെ മഞ്ഞ് പെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ പ്രകാശില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പ്രകാശ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ആളൊരു ട്രക്കിന് പോവാണ്. അപ്പോൾ ഞങ്ങളിന്ന് പോവുകയാണെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കാണാമെന്നൊക്കെ പറഞ്ഞ് ബായ് പറയാൻ വേണ്ടി വന്നത്. അപ്പോൾ ആൾ പറഞ്ഞ് ഇവിടെ മഴയാണെങ്കിൽ എൻ്റെ അർത്ഥം മലയുടെ മുകളിൽ മഞ്ഞ് പെയ്യുന്നതാണ്. അപ്പോൾ ഏപ്രിൽ അവസാനമൊക്കെ ആവാറായി, എന്നാൽ കൂടെ ഇപ്പോഴും അവിടെയൊക്കെ മഞ്ഞ് പെയ്യുന്നുണ്ട് മലയുടെ മുകളിൽ. അവിടെ ശരിക്കും ഇങ്ങനെ നല്ല രസമായിട്ടോ. അങ്ങനെ ഫോഗ് പോണ പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പതുക്കെ ഈ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് നടക്കാം കേട്ടോ. ഇവിടെ ഒരു വലിയ കാത്ത്കൂണിയുണ്ട്. കാത്തെന്ന് പറഞ്ഞാൽ മരം, കൂണി എന്ന് പറഞ്ഞ വീട്, അങ്ങനെയാന്ന് തോന്നുന്നു കേട്ടോ. ഈ കാത്ത്കൂണി എന്ന് പറഞ്ഞ ഒരു വീടിൻ്റെ പേര്. അത് ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ അങ്ങനെയാണ്. നമസ്തേ ജി, ये आपका घर है? ये आपका घर है? हाँ हाँ, बहुत अच्छा है. हाँ, हमको अच्छा लगा. लकड़ी का कातकुनी बोलता है ना. कितने लोग रहता है यहाँ पे? 8 लोग. ओ तो ये थोप है. नहीं, ये वाला. अच्छा क्या है ये बहुत अच्छा है. चांदी का है. हाँ. अच्छा, ये आपका ये इधर का है ये. यहाँ पे बनाता है ना, कुल्लू में बनता. अच्छा. हाँ, कुल्लू में बनता. जरी भी होता. हाँ, बुनतर भी होता. अच्छा. यहाँ तो नहीं बनता. अच्छा, ठीक है. ते भी आला नहीं जानते हुई. ഞാനവിടെ പാത്രം കഴിക്കൊണ്ടിരുന്ന ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ലേഡി വന്നു കേട്ടോ. അവരുടെ കയ്യിലത്തെ ഒരു ചെറിയൊരു ബ്രേസ്ലെറ്റ് പോലെ കേട്ടോ. അങ്ങനെ കണക്ട് ചെയ്യുന്നില്ല, ഇങ്ങനെ സി ഷേപ്പിലുള്ളതാണ്. ഇത് രസമാണെന്നറിയോ, ഇതാണ് വെള്ളി കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിലൊരു എന്തോ ഒരു സ്റ്റോൺ വെച്ചിട്ടുണ്ട്. പക്ഷേ നല്ല രസമുണ്ട്. അത് അവരുടെ കയ്യിൽ കിടക്കണതാണ് നല്ല രസമുണ്ട്. അപ്പോൾ ഈ ഒരു വീട്ടിൽ 8 പേര് താമസിക്കുന്നുണ്ട്. അവരുടെ ഒരു ഫുൾ ഫാമിലി ഈ ഒരു കാത്ത്കൂണിയുടെ അകത്ത് താമസിക്കുന്നുണ്ട്. ശരിക്കും തന്നെ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, എൻ്റെ മുകളിൽ സെക്കൻഡ് ഫ്ലോർ അങ്ങനെയുണ്ട്. ബാക്കിൽ ഇതേ പശുവിനുള്ള സാധനങ്ങൾ, മറ്റേ വൈക്കോലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വിറകൊക്കെ കൂട്ടി വയ്ക്കാനുള്ള സ്ഥലമൊക്കെ കേട്ടോ. നമുക്ക് പതുക്കെ മുകളിൽ ആ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് നടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇവിടുത്തെ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്ത് വലുതാണെന്നറിയോ.
ഇങ്ങനെ പഴയ പഴയ മരങ്ങളാണിത്. നോക്കിയേ, ഇങ്ങനെ അറ്റത്തേക്ക് പോവാണത്. ഇവിടെയൊക്കെ അവരിത് വിറക് ശേഖരിച്ച് വെച്ചേക്കാണ് കേട്ടോ. അങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ട് വൈകുന്നേരം അത് പതുക്കെ വീട്ടിൻ്റെ ബാക്കിലേക്ക് കയറ്റും തോന്നുന്നു. ഗവൺമെൻറ് പ്രൈമറി സ്കൂൾ ഗ്രഹൺ, ബ്ലോക്ക് കുളു 1 എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അവിടെ കയറാൻ പറ്റുമെന്നറിയില്ല. ചെറിയൊരു സ്കൂളാണ്. സ്കൂളിൻ്റെ പുറത്തൊരു സാറ് നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു അകത്തേക്ക് കയറാമോ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു സോറി ക്ലാസ് നടക്കുകയാണ്. ഭയങ്കര പൊളൈറ്റായിട്ട് കേട്ടോ, നമ്മളങ്ങനെ മുഷിപ്പിക്കാത്ത പോലെ ആളിങ്ങനെ സോറി പറ്റില്ല ക്ലാസ് നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് പതുക്കെ കുട്ടികളുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ഞാൻ പതുക്കെ മുന്നോട്ട് നടക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ ഒരു മരം നോക്കിയത്. നേരത്തെ കണ്ടത് വലിയ മരമാണെങ്കിൽ ഇപ്പോൾ ഇതെന്താണ് ഇങ്ങനെ സ്പൈറലായിട്ടാട്ടോ ഇത് പോണേ. ഇങ്ങനെ കറങ്ങി 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 എന്തൊരു വലുപ്പമാണെന്ന് അറിയുമോ ഇതിന്. ഈ ക്യാമറയിൽ അതിൻ്റെ ഒരു ജസ്റ്റിസ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരുപാട് പഴയ മരമാണ്. ഇത് വേരിനൊക്കെ എങ്ങനെ പറഞ്ഞാൽ അറിയിക്കുക. ഉള്ളിലൊരു ചെറിയ ഗുഹ പോലെയൊക്കെ ഉണ്ട്. കുറേ മരങ്ങളുണ്ട് കേട്ടോ ഇവിടെ. എവിടെ നോക്കിയാലും ഇങ്ങനത്തെ വലിയ മരങ്ങളാണ്. നമ്മൾ ഇന്നലെ അവിടെ നിന്ന് നടന്നു വരുന്ന വഴി, കസോളിൽ നിന്ന് നടന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കും കാണുന്ന മരങ്ങൾക്കൊക്കെ ഭയങ്കര വലുപ്പമാണ്. ഈ മരം നോക്ക്, ഇത് കണ്ടോ, ഭയങ്കര വലുപ്പമാട്ടോ. അത് നല്ല വലുപ്പത്തിലാണ്. അത് ഈ ക്യാമറയിൽ കാണുമ്പോൾ ചിലപ്പോൾ അത്രയും ഭംഗി കാണില്ല. അപ്പോൾ അതൊക്കെ മുകളിലേക്ക് നടന്നു കയറിയപ്പോൾ ചെറുതായിട്ട് മഴ ചാരി തുടങ്ങി കേട്ടോ. ഈ സൈഡിലായിട്ട് ഒരു വലിയ ടാങ്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മലയിൽ നിന്ന് വരുന്ന വെള്ളം ഇതിൻ്റെ അകത്ത് സംഭരിച്ചിട്ട് പിന്നെ ഇതിന് പൈപ്പ് വഴി ഇങ്ങനെ ഗ്രാമത്തിലെ വീടുകളിലേക്ക് പോകാൻ തോന്നുന്നു കേട്ടോ. നമുക്ക് പതുക്കെ ഇതിൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് കയറി നോക്കാം. മഴ കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേഗം ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് നമുക്ക് അവനെ പോയി വിളിക്കാം. നല്ല സ്റ്റീപ്പായിട്ടോ, തിരിച്ചിറങ്ങാനേ പാടുണ്ടാവുക. വഴുക്കുന്നുണ്ട്. കൃഷിസ്ഥലം കേട്ടോ, എന്തോ കൃഷി ചെയ്ത് കഴിഞ്ഞാന്ന് തോന്നുന്നുണ്ട്. കടുകാണ് അവിടെയൊക്കെ കാണുന്ന മഞ്ഞ കളറിലുള്ളത്, കടുകാണ് കേട്ടോ. കിഴ സ്ഥലം. കുറേ നാൾ മുമ്പ് ഗ്രഹൺ വരണമെന്ന് വിചാരിച്ചാൽ ലക്ഷ്മിയെ ഞാനൊക്കെ ഒരുമിച്ച്. അപ്പോൾ ആ സമയത്ത് വണ്ടി കിട്ടാൻ പാടായിരുന്നു, 10 കിലോമീറ്റർ നടക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്നങ്ങനെ വരാതെ പോയതാണ്. ഇപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് വരുന്നത്. നമുക്ക് പതുക്കെ താഴത്തേക്ക് പോകാം കേട്ടോ. പോയിട്ട് ശരത്തിനെ വിളിച്ചെണ്ണിപ്പിക്കാം. എനിക്ക് തന്നെ 11 മണിക്ക് അങ്ങോട്ട് കിടന്നുറങ്ങിയതാണ്. പിന്നെ ഭക്ഷണം കഴിക്കാൻ എന്നിട്ട് പിന്നെയും കിടന്നുറങ്ങി. ജസ്റ്റ് ഒരു 15 മിനിറ്റ് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് അവനെ വിളിച്ചെണ്ണിപ്പിച്ചിട്ട് ഇവിടെ അടുത്തൊരു വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ പറ്റുകയാണെങ്കിൽ വാട്ടർഫോളിനോടേക്ക് ട്രക്ക് ചെയ്യേ നടക്കുക എന്തെങ്കിലും ചെയ്യാം. ഇതേ സ്കൂളിൽ പഠിപ്പിക്കുന്നു. അവനെ വിളിച്ച് എണീപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് വന്നേട്ടോ. പക്ഷെ വന്നപ്പോഴത്തേക്കും നല്ല മഴയായി. മഴ മാത്രമല്ല വെയിലുണ്ട് കേട്ടോ. അവിടെ കുറുക്കൻ്റെ കല്യാണമാണ്. നോക്കാൻ നിൽക്കുമെന്ന് നിന്ന് കഴിഞ്ഞാൽ പതുക്കെ ഇറങ്ങാം, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. ലക്ഷം കണ്ടിട്ട് പക്ഷെ നിൽക്കാൻ ചാൻസ് ഉണ്ട്, സൂര്യനൊക്കെ ഉണ്ട്. പോവാ. മഴയായിരുന്നു. വെള്ളച്ചാട്ടത്തിൽ പോവാ. 4 മണി പറയും. അവിടെ സ്കൂളിൽ ബെല്ലടിച്ചു. സ്കൂള് കഴിഞ്ഞു കേട്ടോ. എത്ര നേരമായെന്ന് അറിയാം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. മഴ കാരണം രാവിലെ ഇതുപോലെ ബെല്ലടിച്ചു. അപ്പോഴാണ് ഞങ്ങൾ എണീക്കണേ. എന്നിട്ട് അവൻ്റെ എണീറ്ററിനെ പറയായിരുന്നു ബെല്ലടിച്ചു ഇപ്പോൾ സ്കൂളിൽ പോവാന്ന്. ചിലപ്പോൾ ചവിട്ട് കിട്ടും. നീ പോയിട്ട് വാ. നീ പോയി നോക്കിയിട്ട് വാ. നേരത്തെ ഞാൻ പുറത്തിറങ്ങിയപ്പോഴേ അതിൻ്റെ കുതിരക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ നേരത്തെ അവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ സൈഡിൽ കൂടെ നടക്കുമ്പോൾ ഒതുങ്ങി നടക്കാൻ പറഞ്ഞു. ചവിട്ട് കിട്ടത്ര. എന്താ നിനക്ക് എത്ര ദിവസം ലീവ് ഉണ്ട് ഇനി? ചവിട്ട് കിട്ടി കടുക് പാടത്ത് കിടക്കാം. എനിക്കായിരിക്കും അടുത്തത്. കുതിരയെ താണ്ടി നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ്. ഇന്നലെ നടന്ന വഴിയാട്ടോ പോണേ. ഇതിലെങ്ങനെ കറങ്ങി അതിന് മുകളിൽ കൂടെ കയറിയിട്ട് പിന്നെ അങ്ങനെ നടക്കണം തോന്നുന്നു. ഇവിടെ ഒരാൾ വന്നപ്പോൾ തൊട്ട് ചോക്ലേറ്റ് ഭ്രാന്തിലാട്ടോ. नमस्ते जी। ये वाटरफॉल कितना दूर है यहाँ से? वाटरफॉल के लिए तो आपको यहाँ से आगे आधा घंटा लगेगा। आधा घंटा? अच्छा, ये ऊपर का रास्ता है? यहाँ बीच के रास्ता से जाओ बेटा। नीचे से जाओ। नीचे से ये घर का बीच में ना, यहाँ पर सीधा नहीं निकलना, नीचे को जाना। हाँ, और दीदी चॉकलेट है? चॉकलेट है। हाँ हाँ। लंच दे दो। ठीक है, अच्छा। 2
എനിക്ക് വേണ്ട നിനക്ക് വേണ്ട രണ്ടോട്ടം മതി ഞാൻ കുഴപ്പമില്ല ഞാൻ ചൊല്ലോ और क्या लेना बताइए നീ ബസ് हाँ वो भी दे दो कितना होगा ये हो गया 35 35 കാസ ബോണിറ്റ ഇതൊക്കെ പ്രോപ്പർ ടൂറിസ്റ്റ് സ്ഥലങ്ങളാണ് കേട്ടോ ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇടയിൽ കൂടെ ഒരു വഴിയുണ്ട്, ഈ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തേക്ക് ഇറങ്ങാമെന്നാണ് അവർ പറഞ്ഞത്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. ഇതിങ്ങനെ നിറച്ച് പുല്ലൊക്കെ ആയിട്ട് അതിലേക്ക് വെയിലൊക്കെ അടിച്ച് റോഡ് ഒരു കൺഫ്യൂഷൻ ആയപ്പോൾ നിന്നതാണ്. ഇങ്ങോട്ടൊരു വഴിയുണ്ട്, ഇതിലൊരു വഴിയുണ്ട്, അവൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ട്. ചോദിക്കാനൊന്നും ആരുമില്ല ഇവിടെ. കാരണം കണ്ടിട്ട് ചോദിച്ചിട്ട് പോയാൽ മതിയോ? ഇത് വാട്ടർഫോൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ഗംഭീര വാട്ടർഫോൾ എന്നല്ലാന്ന് തോന്നുന്നു കേട്ടോ. ചെറിയൊരു വാട്ടർഫോൾ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു. എടാ ഇത് തന്നെയാണോ? ചോദിക്കട്ടെ ഞാൻ എവിടെയെങ്കിലും വീട്ടിൽ, അല്ലെങ്കിൽ അത്ര ഇറങ്ങിയിട്ട് പോയി നോക്കാം അല്ലേ. ഈ വഴി മൊത്തം ചെളിയാട്ടോ. മേ ബി ഇത് കഴുതകൾക്ക് വരാനൊരു വഴിയുണ്ട്. അങ്ങനെയല്ല, താഴെ നമ്മൾ ഇന്നലെ വന്ന വഴിയില്ലേ, അതല്ലാതെ കഴുതകൾക്ക് കയറിപ്പോകാനൊരു വഴിയുണ്ട് സാധനങ്ങളൊക്കെ ആയിട്ട്. അത് ഈ ഭാഗത്തൊരു വഴിയെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ അതായിരിക്കാം. वाटरफॉल कैसे जाना है? ऊपर है रॉन्ग वे में आ गया आप इधर से नहीं जा सकता? नहीं जा ഡേന്നല്ല നിനക്ക് ഇതിലെ പോകാൻ പറ്റില്ല. കുറച്ച് ലേശം അനുസരണ ഉണ്ടെങ്കിൽ നല്ലതാ. वो स्पेस स्टेशन उधर से जाना है? बस बस उसके बैक साइड अच्छा തള്ളിയിടും ഞാൻ. साइड से ആ അതിൻ്റെ ബാക്ക് സൈഡ്, അതാ ഞാൻ പറഞ്ഞു. ഇറങ്ങണതിന് മുമ്പ് മാപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഹോം സ്റ്റേ പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ എവിടെയും ബോർഡും കാര്യങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ നടന്നു, ഏതൊക്കെയോ വഴി കൂടെ കയറി ഇത് ഈ നേരത്തെ ഒരു ചേട്ടൻ ഒരു സ്പേസ് സ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞില്ല, അതാണ് ഈ ഹോം സ്റ്റേ, സ്പേസ് സ്റ്റേഷൻ ഹോം സ്റ്റേ. അപ്പോൾ ഇവിടെ ആരോടെങ്കിലും ചോദിക്കാൻ നോക്ക്. എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു പോകണം. ഒരു 10-15 മിനിറ്റ് ആയിട്ട് വഴി ഇതെങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. ഇടയ്ക്ക് ചെറിയൊരു കയറ്റം, ഇടയ്ക്ക് ചെറിയൊരു ഇറക്കം, അങ്ങനെയാണ്. എത്തുന്നില്ല, ഒരു ഐഡിയ പോലും കിട്ടുന്നില്ല. പക്ഷേ ആൾക്കാർ സ്ഥിരം നടക്കുന്ന വഴിയാണ്, നമുക്ക് നടക്കുമ്പോൾ മനസ്സിലാകും. അങ്ങനെ പുല്ലോ കാര്യങ്ങളൊന്നുമില്ല, സ്ഥിരം നടക്കുന്ന വഴിയാണ്. പക്ഷേ ഇതെങ്ങോട്ടാണ് എത്തുന്നതെന്നുള്ളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ലാഞ്ചന പോലും കാണുന്നില്ല. ബ്രോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ ചെറുതായിട്ട് ഒരു വെള്ളച്ചാട്ടം സൗണ്ട് ആ ഭാഗത്ത് ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളച്ചാട്ടത്തൊന്നും പറയാനില്ല എന്ന് തോന്നുന്നു കേട്ടോ. ചെറിയ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലം ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഒച്ചയൊക്കെ ഭയങ്കര ശോചനീയമായ അവസ്ഥയാണ്. ഇത് വെള്ളം മുകളിൽ നിന്ന് ഇങ്ങനെ ഒലിച്ച് പോകുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ നല്ല മഴയുള്ള സമയത്ത് കുത്തിയൊലിച്ച് പോകുന്നുണ്ടാവും, അതായിരിക്കും ഫോട്ടോസിലൊക്കെ കാണുന്ന വെള്ളച്ചാട്ടം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയാനുള്ളൊരു കോൺസെപ്റ്റൊന്നുമില്ല. ഇത് ഉരുൾപൊട്ടി പോകണമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങോട്ട് വഴി കാണിക്കുന്നുണ്ട്. എപ്പോഴോ ഉരുൾപൊട്ടിയിട്ട് അതിലെ വെള്ളം ഒഴുകി പോകണമെന്ന് ഒരു ഡൗട്ടുണ്ട് കേട്ടോ. അറിയില്ല, ശരത്തും കൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് ആ ഒരു വഴി നടന്ന് നോക്കാം. ഇതിലൊരു വഴിയും കൂടി കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ വെള്ളച്ചാട്ടം ഫോട്ടോയിൽ കണ്ട ഇതെല്ലാം തോന്നുന്നു. ഓക്കെ ആണോ? നിക്ക്, സൺഗ്ലാസ് എടുക്കട്ടെ. അതെടുക്കാം, നീ ആദ്യം എനിക്ക് ഓക്കെ വെച്ച് പോട്ടെ. പാൻറ് ചെളിയായ ഇല്ല അതിൽ കഴിക്കോ? നല്ല പഴുക്കല അവിടെ. ഞങ്ങളത് ക്രോസ് ചെയ്ത് നടക്കാന്നുള്ള ഒരു വലിയ തീരുമാനം എടുത്തു. അത് തന്നെയാണോ വെള്ളച്ചാട്ടം എന്നറിയില്ല. ഫോട്ടോസിൽ കാണുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ, ഒരു കുളിക്കാനുള്ള ഒരു സ്ഥലം പോലെ, കുളിക്കാനുള്ളതല്ല, ഒരു കുളം പോലെ ആയിട്ടുണ്ട് അവിടെ, അങ്ങനെ വെള്ളം വീണ്. അപ്പോൾ അത് കുറച്ചും കൂടി പോയി ഉണ്ടാവും എന്ന് വിചാരിക്കാം. ചെറിയൊരു മണ്ണ് ടെസ്റ്റിങ് കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ മേത്തൊന്നായില്ല, ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ ചെളിയ വന്നു. ബ്ലാക്ക് സോയിലാണ്. ഇവിടെ ഒരു കടയൊക്കെ കാണുന്നുണ്ട്. കിടക്കാൻ പറ്റില്ലല്ലോ,
ഉണ്ട്, പാലുണ്ട്. ഇത് ശരിക്കും പ്രോപ്പർ റിവറാട്ടോ. ഇത് ഉരുൾപൊട്ടൽ വന്നേക്കണമല്ല, ശരിക്കും കാണുമ്പോൾ തന്നെ അറിയാം. അവിടെ ചെറിയൊരു പാലുണ്ട് ക്രോസ് ചെയ്തിട്ട്. ഈ സൈഡിൽ ഒരു ചെറിയൊരു ടെൻറ്റ് പോലെ കെട്ടിയിട്ട് ആരോ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. ആരോ ഇരിക്കുന്നില്ല, തീ കത്തണ കണ്ടു. അപ്പോൾ ആളുണ്ടാവും എന്നുള്ളൊരു ഐഡിയയിൽ ചോദിക്കാം. भाई साहब नमस्ते जी, ये वाटरफॉल कहाँ पर है? फर्स्ट वाटरफॉल ये है ना, यही है. ആ ചേട്ടൻ പറഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ 5 മിനിറ്റിൽ ഓരോ വാട്ടർഫോൾസ് ഉണ്ട് ഇത്ര. അപ്പോൾ ഇത് വാട്ടർഫോൾ ഗ്രഹൻ വാട്ടർഫോൾ 1 ആണ്. അങ്ങനെ 2, 3 ഉണ്ട്, 3 ഉണ്ട് ഇത്ര. അപ്പോൾ 5 മിനിറ്റിലുള്ളൂ. എത്ര മണിയാണെന്ന് ചോദിച്ചു. 5:30 എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ സമയമുണ്ട്, വേഗം പോയിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് തിരിച്ചു പോക്കണം എന്ന് പറഞ്ഞു. കാരണം ഇരുട്ടത്ത് നടക്കണ്ടെന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കും. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മൾ ആ കുതിര ആൾക്കാരുടെ അടുത്ത് ചോദിച്ചില്ലേ, അപ്പോൾ അയാളും അങ്ങനെ പറഞ്ഞേ, ഇവിടെ വീടുണ്ടോ, അവിടെ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ പോയാൽ മതി, അല്ലെങ്കിൽ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ നടന്ന് നമ്മളിതേ വാട്ടർഫോളിൻ്റെ ഇവിടെ എത്തി. ഇനി അങ്ങോട്ട് താഴത്തേക്ക് ചെറിയൊരു ഭാഗം കൂടിയേ ഉള്ളൂ, അതിറങ്ങിയാൽ മതി. തണുപ്പില്ലെങ്കിൽ ശരിക്കും ഇവിടുന്ന് ഇറങ്ങിയതിൽ കുളിക്കാം. റിസ്ക് ആണോ ഒഴുക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒഴുക്ക് നല്ലോണം ഉണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് ഇറങ്ങാം. ഇറങ്ങണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെന്തായാലും ഇന്ന് ഇറങ്ങുന്നൊന്നുമില്ല, കാരണം നല്ല തണുപ്പാണ് വെള്ളത്തിന്. അപ്പോൾ ഞങ്ങൾ വേർത്തൊലിക്കുന്നുണ്ടെങ്കിലും. അപ്പോൾ ഇതാണ് ഗ്രഹണിലെ വെള്ളച്ചാട്ടം. അവിടെയൊക്കെ ശരിക്കും കുളിക്കാം കേട്ടോ, സേഫാന്ന് തോന്നുന്നു. ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ശരത്ത് അവിടെ പോയിരുന്നു. കുറച്ച് നേരം ഇവിടെ നിന്നു, വർത്താനൊക്കെ പറഞ്ഞു, മുഖമൊക്കെ കഴുകി ഞങ്ങൾ പതുക്കെ തിരിച്ച് കയറാമെന്നുള്ള പരിപാടിയാണ്. കാരണം ഇരുട്ടായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവുമേ. തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്, നല്ല തണുപ്പാട്ടോ വെള്ളത്തിന്, ഭയങ്കര തണുപ്പാണ്. വെള്ളം കുടിക്കുകയും ചെയ്തു വന്നു. നീ കുടിച്ചായിരുന്ന? ഞാൻ കുടിച്ചു. तो 10 साल हो गए यहाँ, उससे पहले कोई और काम करते थे, जड़ी बूटी इधर. कितने लोग आते हैं यहाँ पे दिन में? दिन में ऐसे आते 10, 15, 12, 15, 5, 7, 10. उतना ही है. हाँ, ज्यादा नहीं आता. आजकल बस आनी ना है, सारे टूरिस्ट चले गए वापिस बेचारे. सरपास भाई हमने भी काम किया सरपास में. ये सरपास का रास्ता है? नहीं, कौन? ये वाला ये जो रास्ता. रास्ता वो उधर चलता है. हाँ, उधर से, यहाँ से नहीं आता है सरपास का. ഞങ്ങൾ തിരിച്ചു പോണ വഴി ഇതേ ആ കടയിൽ കയറി കേട്ടോ. നമ്മൾ ആദ്യം കണ്ട വാട്ടർഫോൾ അല്ലേ, അതിൻ്റെ സൈഡിലത്തെ കടയിൽ ആ ചേട്ടൻ്റെ അടുത്ത് കട്ടൻ ചായ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കട്ടൻ ചായ ഇട്ട് തരാം എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക. രാവിലെ തൊട്ട് എല്ലാ ദിവസവും വന്നിട്ട് ഇവിടെ ഇരുന്ന് ഒരു 10-12 ടൂറിസ്റ്റ് അത്ര ഒരു ദിവസം വരുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ ചായയും അങ്ങനെ മാഗി ഉണ്ട്, പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ട്, അതൊക്കെ വിറ്റാണ് ആളിവിടെ ജീവിക്കുന്നത്. അപ്പോൾ ആൾക്ക് ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കുറേ നേരമായിരുന്നു സംസാരിക്കുന്നു. എങ്ങനെ ഒരു 10-20 മിനിറ്റ് ആയിരുന്നു, 20 അല്ല അതിൽ കൂടുതലായിട്ടും തോന്നുന്നു, 20 മിനിറ്റ് ആയിരുന്നു സംസാരിക്കുന്നത്. ശരത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ എത്ര പേരുണ്ട്, ഗാവിനെ പറ്റി 700 പേരുണ്ട് എത്ര, അതിൽ 300 വോട്ടേഴ്സ് ഉണ്ട്, ബാക്കിയെല്ലാം അതിന് താഴെയുള്ള ആൾക്കാരാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യം. ഇവിടെ പണ്ട് കൃഷി ഉണ്ടായിരുന്നു, പണ്ട് ഇവിടെ ശർക്കരയും ഉപ്പ് മാത്രമേ അത്ര താഴ്ന്ന് കൊണ്ടുവരാറുള്ളൂ, പക്ഷേ ബാക്കിയെല്ലാം ഇവിടെ കൃഷി ചെയ്യാറുണ്ട്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് വന്നാൽ പിന്നെ കൃഷിയൊന്നും നടക്കുന്നില്ല. പിന്നെ താഴെ നമ്മൾ കയറി വന്ന വഴിയില്ല, കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ വഴി ഇവിടുത്തെ ഗാവിലെ ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് ഉണ്ടാക്കിയത്, അല്ലാതെ ഗവൺമെൻറ് ചെയ്തു തന്നൊന്നുമല്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ശരത്താണെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. चेन रहता है ऊपर से नीचे और सामान वो चेन में रख के ऐसे. थोड़ा सा रह गया नहीं, ये रोड में 1 किलोमीटर का है, थोड़ा 1 किलोमीटर आगे होता तो तब तुम्हारे को चैन से भी जी रहना था. हाँ हाँ ഓരോരോ പുതിയ ടോപ്പിക്കുകൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ये चक्कर है, वो सामने नहीं है उधर. अच्छा अच्छा. ठीक है. थैंक यू. ऊपर मिलते हैं. आप अभी आ रहे हैं? हाँ, थोड़ी देर के बाद आए, क्रूज करेगा फिर आएगा. ठीक है, ओके. നല്ല ചേട്ടനായിരുന്നു കേട്ടോ, കുറേ ഇരുന്ന് സംസാരിച്ചു.
हाँ वापस जा रहा हूँ, हाँ वापस जा रहा हूँ। हाँ ऊपर गया था, हम केरला से हूँ, काम करता है ना वहाँ पे, ऊपर गए थे कल और वाटरफॉल भी गए थे। हाँ हाँ ठीक है दीदी, वापस जा रहा हूँ, 3 दिन से यहाँ हूँ। हाँ हाँ बहुत अच्छा है आपका जगह। हाँ बहुत अच्छा है, हमको बहुत अच्छा लगता है यहाँ पे। हाँ ठीक है बाय बाय। ഇന്നലെ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി തിരിച്ച് നടന്നു, പതുക്കെ നടന്ന് ഇരുട്ടായപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് ഗ്രാമത്തിലെത്തി. എത്തി ഉടനെ അവിടെ സ്പേസ് സ്റ്റേഷൻ എന്ന് വേണ്ട ഒരു കാഫേ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നില്ലേ, പോണ വഴി കണ്ടത്. അവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു, ആ പട്ടിക്കുട്ടിയായിട്ട് ഞങ്ങൾ ഫെച്ചൊക്കെ കളിച്ചു. ഞങ്ങളിങ്ങനെ ബോൾ തട്ടി കൊടുക്കുക, അത് പോയി എടുത്തുകൊണ്ട് വരും, എന്നിട്ട് അവിടെ കൊണ്ടിട്ട് തരും. അങ്ങനെ കുറച്ച് നേരം ഫെച്ചൊക്കെ കളിച്ച് പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി സുഖമായി കിടന്നുറങ്ങി. രാവിലെ എന്നിട്ട് ഞങ്ങളിതേ തിരിച്ചുള്ള ട്രക്ക് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തിരിച്ച് കസോളിലേക്ക് പോവാണ്. പോകുന്ന വഴി ഇങ്ങനെ ആൾക്കാരെയൊക്കെ കാണുന്നു, കുറേ ആൾക്കാർ ക്ലോസറ്റൊക്കെ ചുമന്നുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഒരു വലിയ, അപ്പോൾ എത്ര നമുക്ക് എത്രയാണെന്ന് റെൻറ്റ് 800 രൂപ റെൻ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ അത്ര അധികമല്ല. അപ്പോൾ ഫുഡൊക്കെ ഒരു 600 രൂപ ആ റേഞ്ചാണ് ഒരു നേരത്തെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ. പക്ഷെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, എല്ലാം ഇതുപോലെ അങ്ങനെ കൊണ്ടുവരികയാണ് ആൾക്കാർ. ഗ്യാസ് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവുന്ന. എനിക്ക് വന്ന കടുകും ഗോതമ്പ് അതും കുറച്ച് അങ്ങനെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, ബാക്കി എല്ലാം താഴ്ന്ന് കൊണ്ടുവരികയാണ്. അപ്പം ഇന്നലെ ആ ചേട്ടൻ പറയായിരുന്നു, മറ്റേ ചായ ഉണ്ടാക്കി തന്നില്ല, ആൾ പറയണേ പണ്ടൊക്കെ വിൻ്ററിന് വേണ്ടി മാത്രം സ്റ്റോക്ക് ചെയ്താൽ മതിയായിരുന്നു, 6 മാസത്തേക്ക് സ്റ്റോക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ മഴയും ഭയങ്കര മോശമാണ്, അതുകൊണ്ട് മഴക്കാലത്ത് ഇവിടുന്ന് ഇറങ്ങി പോകാനും അവിടുന്ന് വണ്ടി കിട്ടാനൊക്കെ പാടാണ്. അപ്പോൾ ഇപ്പോൾ വർഷത്തിൽ 2 പ്രാവശ്യം സ്റ്റോക്ക് ചെയ്യേണ്ട അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞു. മഴയാണ് കൂടുതൽ ഡേഞ്ചറസ് സ്നോവിനെക്കാട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങളിതേ തിരിച്ചു പോവാണ്. നാളെ ശരത്തിന് ഫ്ലൈറ്റ് ഉണ്ട് തിരിച്ച് തായ്ലൻഡിലേക്ക്. എനിക്ക് ഒരു ട്രെയിൻ ടിക്കറ്റ് താഴെ എത്തിയിട്ട് വേണം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഹിമാചൽ സീരീസ് ഇതിലും കൂടുതലൊക്കെ കുറച്ചും കൂടി ട്രക്കൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ മഴ കാരണം കുറേ ദിവസം പോയി. പിന്നെ ശരത്ത് പോവാണ്, പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നിട്ടും കാര്യമില്ല. പിന്നെ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ മഴയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളിത് ഈ സീരീസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ യാത്ര ഇനിയും തുടരും കേട്ടോ, വേറെ സ്ഥലങ്ങളായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.